20 വർഷമായിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇറാനെ അവരുടെ ആണവ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറ്റണം എന്നുള്ളത്. കാരണം NPT സൈൻ ചെയ്ത ഒരു രാജ്യം എന്ന നിലയിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് സമാധാനത്തിനായി ഈ ആണവ സയൻസ് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ അത് സമാധാനപരമായി കണക്കാക്കാൻ വേണ്ടി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നിന്നാണ് ചേർന്നത്. റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമായി ഒരു കരാർ 2015 ഉണ്ടായി. അപ്പോൾ അത് 15 വർഷത്തേക്കെങ്കിലും അവരിത് നടപ്പാക്കുകയില്ല, അല്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുകയില്ല എന്ന കരാറിലുണ്ടായിരുന്നു. അത് അറ്റോമിക് എനർജി ഏജൻസി വെരിഫൈ ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹം ഇത് 15 വർഷത്തേക്ക് പോരാ, ഇത് സ്ഥിരമായ ഒരു കരാറാണ്, ഇറാൻ ഒരു കാലത്തും ആണവായുധങ്ങൾ സൃഷ്ടിച്ചുകൂടാ എന്നുള്ള നിർബന്ധം പിടിച്ച് അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ അതിനുശേഷം ശ്രമങ്ങൾ പലതും നടന്നു. അമേരിക്കയുടെ അഭിപ്രായം ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്തത് മാറ്റും, ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് അവരുടെ ന്യൂക്ലിയർ മെറ്റീരിയൽ എല്ലാം മാറ്റും എന്ന് അന്നേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് തിരിച്ചു വന്നപ്പോഴാണ് ഇതെല്ലാം വീണ്ടും അത് നടത്തേണ്ടതാണ് എന്നുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ ഇസ്രയേലിനെ കൊണ്ട് ഇറാനെ ബോംബ് ചെയ്യിച്ച് ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു, ടെസ്റ്റിംഗ് ഓഫ് വാട്ടേഴ്സ്, എവിടെയാണ് ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ ഉള്ളതെന്ന് പറഞ്ഞാലും അവരുടെ ശക്തി എത്രയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇസ്രയേൽ ഒരു യുദ്ധം തുടങ്ങിയത് ഇറാനുമായിട്ട്. അതൊരു അമേരിക്കൻ യുദ്ധം തന്നെയായിരുന്നു. അമേരിക്ക മുന്നിൽ വന്നില്ലെങ്കിൽ തന്നെയും അമേരിക്കയുടെ ആഗ്രഹമനുസരിച്ച്, ആശയങ്ങളനുസരിച്ചാണ് ഈ ബോംബിംഗ് ഒക്കെ നടന്നത്. അപ്പോൾ അത് നടക്കുന്നു, നല്ലതായിട്ട് ചെയ്യാമെന്നുള്ള ഒരു സ്ഥിതിയിലെത്തിയപ്പോഴാണ് അമേരിക്ക നേരിട്ട് ആ 3 ന്യൂക്ലിയർ സ്റ്റേഷൻസും ബോംബ് ചെയ്യുകയും അതിൽ നിന്ന് ഇനി ഒരിക്കലും ആണവായുധങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അമേരിക്കയ്ക്ക് വേറൊന്നും ഇക്കാര്യത്തിൽ അജണ്ടയിൽ ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് മറ്റ് യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിച്ചത്. കാരണം ഇറാൻ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സ്റ്റേഷൻസിനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ഇതൊരു വൈഡർ വാർ ആകുമോ, അതുപോലെ റഷ്യ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ എന്തായാലും കാര്യം സാധിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഈ യുദ്ധം വേണ്ട എന്ന് തീരുമാനിക്കുകയും 24 മണിക്കൂറിനകം യുദ്ധം തീരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആ ലക്ഷ്യം അത് പൂർത്തീകരിച്ചു അമേരിക്ക എന്നിപ്പോൾ കരുതാൻ കഴിയുമോ? ആ ലക്ഷ്യം പൂർത്തീകരിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിട്ടുള്ളത്, മധ്യസ്ഥ ചർച്ചകൾക്കെന്ന റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഇനിയും രാജ്യങ്ങളുടെയൊക്കെ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. അപ്പോൾ ലക്ഷ്യം പൂർത്തീകരിച്ചു, ആ നിലയിൽ അവസാനിപ്പിക്കുന്നു, അങ്ങനെയാണോ കരുതേണ്ടത് ശ്രീ TP ശ്രീനിവാസൻ? അത് തന്നെയാണ്. അത് അമേരിക്കക്കാരുടെ അത് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. ഇസ്രയേലും ഇറാനുമായിട്ട് മറ്റ് അറബ് രാജ്യങ്ങളും ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി പലതുമുണ്ട്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രമായിരുന്നു ഉദ്ദേശം. അത് കൈവരിച്ചു എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് വെരിഫൈ ചെയ്തിട്ടൊന്നുമില്ല. ഇറാൻ സമ്മതിച്ചിട്ടുമില്ല അവരുടെ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ടുവെന്ന്, പ്ലൂട്ടോണിയം ഒക്കെ നഷ്ടപ്പെട്ടെന്നത് പറയുന്നുമില്ല. പക്ഷെ എന്തായാലും ഇനിയും ഒരു കരാറിലേക്ക് നീങ്ങണം, അല്ലാതെ യുദ്ധത്തിൽ നീങ്ങിയിട്ട് ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ല. അപ്പൊ അതിനുവേണ്ടി ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇപ്പോ അവർക്ക് എന്തെങ്കിലും വേറെ വീണ്ടും ഇത് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, അറ്റോമിക് എനർജി ഏജൻസിയുടെ സഹായം വേണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം അംഗീകാരം വേണം. അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു എഗ്രിമെന്റിലേക്ക് അത് ഒമാനിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് യുദ്ധം ആരംഭിച്ചത്. കാരണം അമേരിക്കക്കാർക്ക് തോന്നി ഇറാൻ ഇതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല എന്ന്. അപ്പോൾ ഇപ്പോൾ ഇറാൻ സമ്മതിച്ച മട്ടായതുകൊണ്ട് ഇനിയും ചർച്ചകൾ തുടരണം, അങ്ങനെയാണ് അത് അവസാനിക്കുക. അപ്പോൾ ആ ചർച്ചകൾ ചിലപ്പോൾ 6 കൊല്ലമോ 8 കൊല്ലമോ ഒക്കെ തുടർന്നുകൊണ്ടിരിക്കാം. ആ കാലഘട്ടത്തിൽ ഇറാന് പുതിയ ന്യൂക്ലിയർ വെപ്പൺസ് ഒന്നും ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. കാരണം അവരുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ തന്നെ ഒരു ആഗ്യമാണ്. മറ്റു പോളിറ്റിക്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് ഇറാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആയിക്കൂടാ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ ഒരു സാറ്റിസ്ഫാക്ഷൻ യുദ്ധം അവസാനിച്ചതിലും ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിലും പൊതുവെ എല്ലാവർക്കും ആശ്വാസമാണെന്നാണ് ഞാൻ കരുതുന്നത്.